എ റേറ്റഡ് ആണ്, കിഡ്സ് ഒന്നും കൊണ്ടുവരുന്നത്. 18+ ആണ്. ഇത് സീൻ പടം, വയലൻസ് അത് തന്നെ പടം. ബെസ്റ്റ് ഇന്ത്യൻ ആക്ഷൻ ഫ്ലിക്ക് എവർ. ഏറ്റവും വലിയ നന്ദി പറയേണ്ട സെൻസർ ബോർഡിനടുത്താണ്. ഒറ്റ സീൻ കട്ട് ചെയ്തിട്ടില്ല. ബ്ലഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അബ്സല്യൂട്ട് കില്ലിംഗ് ആണ്. നല്ല മൂവിയായിരുന്നു, നല്ല ആക്ഷൻ പടമാണ്. ബട്ട് എമോഷൻസ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ല. ഫുൾ വയലൻസ്, എ റേറ്റഡ് ആണ്, കിഡ്സ് ഒന്നും കൊണ്ടുവരുന്നത്. നല്ല ആക്ഷനാണ്, വിചാരിച്ചതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്, പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട് കണ്ടിരിക്കുക. എല്ലാവരുടെ അഭിനയം കൊള്ളാം. ഫുൾ ആക്ഷനാണ്, തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഫുൾ ആക്ഷനാണ്. പിന്നെ ത്രില്ലിംഗ് ആണ്, ഫുൾ റിവെഞ്ച് ത്രില്ലർ ബേസ്ഡ് വരുന്നതാണ്. ഫുള്ള് ഒരു ട്രെയിനിൻ്റെ അകത്തുള്ള സീക്വൻസാണ് ഫുള്ള്, പക്ഷേ എന്നാലും ഫുൾ എൻഗേജിങ് ആണ്. ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ അങ്ങനെ സീക്വലോ പ്രീക്വലോ ഒന്നും അല്ല, ഓൾമോസ്റ്റ് ഒരു ന്യൂ മൂവിയായിട്ട്. വയലൻസ് അങ്ങനെ ഭയങ്കര ഹോളിവുഡ് വയലൻസ് രീതിയിലല്ല, പക്ഷേ ഭയങ്കര ആക്ഷനാണ്. ആ ലെവലൊരു ആക്ഷനുണ്ട്. ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഭയങ്കര ഒരു എൻ്റർടൈനിങ് മൂവിയാണ്. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് പോയത്, പക്ഷേ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. 18+ ആണ്. ഇത് സീൻ പടം, ആക്ഷൻ കോറിയോഗ്രാഫി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 18+ പറഞ്ഞാൽ 18+. ജോൺ വിക്കിനെക്കാളും നെക്സ്റ്റ് ലെവലാണ് ഇത്. വയലൻസ് അത് തന്നെ പടം. നല്ല കാണാൻ രസമുണ്ട്. അഡൽട്ട് മൂവിയാണ്. നല്ല വയലൻസും ബ്ലഡ് ഷെഡും ഗോറൊക്കെ, ആക്ഷനൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ആക്ഷൻ ലവേഴ്സിനൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഫുൾ ആക്ഷൻ മൂവിയാണ്, നല്ല രസമാണ്, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ആക്ഷൻ പടങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർ തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. അപ്പോൾ എല്ലാവരും കാണുക. അത്ര ബ്ലഡ് ഷെഡ് വയലൻസ് ആണ്. പിന്നെ ആക്ഷൻ ഇപ്പോൾ ഒരു പടം ഇങ്ങനെ ടൈപ്പ് പടമാണല്ലോ, അപ്പോൾ ആക്ഷൻ ബ്ലഡ് ഷെഡൊക്കെ ഉണ്ടാവും. ഫാമിലി ഓഡിയൻസിന് എന്നെ റെക്കമെൻഡ് ചെയ്യില്ല. ആക്ഷൻ ഫ്ലിക്ക് ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് വാച്ചാണ്. ബെസ്റ്റ് ഇന്ത്യൻ ആക്ഷൻ ഫ്ലിക്ക് എവർ. ദാറ്റ്സ് ഇറ്റ്. രക്തം എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ, അതിൻ്റെ അകത്ത് മൊത്തം രക്തക്കളിയാണ്. 1.25 മണിക്കൂറേ ഉള്ളൂ. സൂപ്പറായിട്ടുണ്ട്. നായകനും ബാക്കി ഇതൊന്നും നോക്കണ്ട, പക്ഷേ ആ ഡയറക്ടർ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ട്രെയിനിൽ ഈ ഒരു ആക്ഷൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. 40 കൊള്ളക്കാർ വേഴ്സസ് ഒരു NSG കമാൻഡ്. ബാക്കി കൂടുതലൊന്നും പറയുന്നത് വലിയ സ്റ്റോറി ലൈനൊന്നുമല്ല, പക്ഷേ ഒറ്റ ദിവസത്തെ കഥ, അത് നല്ല രസമായിട്ട് കാണാം. പിന്നെ ഏറ്റവും വലിയ നന്ദി പറയേണ്ട സെൻസർ ബോർഡിനടുത്താണ്. ഒറ്റ സീൻ കട്ട് ചെയ്തിട്ടില്ല. ബ്ലഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. വയലൻറ്റ് സിനിമ, ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം. നമ്മൾ സാധാരണ ഹോളിവുഡിലൊക്കെയാണ് ഇങ്ങനത്തെ സിനിമ കാണാൻ പറ്റുന്നത്. ഒരു ഇന്ത്യൻ സിനിമയിൽ വന്നതിൽ കൊള്ളാം. അതായത് ക്ലാപ്പ് വർത്തി, അതായത് വിസിൽ മൂമെൻറ്റ്സ് ഉണ്ട് തിയേറ്ററിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ കൊള്ളക്കാർ നമ്മൾ പറയില്ല അവനെ ഇടിക്കടാന്ന് പറയില്ല, ഇടിക്കണമെന്നല്ല, എന്തൊക്കെ പറയാം, ഒരു തല അടിച്ച് പൊട്ടിക്കുക എന്ന് പറയില്ല, ആ ഒരു സീക്വൻസാണ്. ഭയങ്കര എനർജി ലെവലാണ് പടം. സൂപ്പറായിട്ടുണ്ട്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വയലൻസ്, അതിൽ 1% പോലും കുറഞ്ഞിട്ടില്ല. കണ്ണൊക്കെ തുരന്നെടുത്ത് കളയും, തല അടിച്ച് പൊട്ടിച്ച് കളയും, തലയോട്ടി അടിച്ച് പൊട്ടിക്കുക എന്ന് പറയില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഈ ട്രെയിൻ കൊള്ളയടിക്കാൻ വരുന്ന കൊള്ളക്കാരെ നേരിടുന്നതാണ്. അപ്പോൾ അതിനൊരു ദാക്ഷിണ്യമില്ല. അത് NSG കമാൻഡോയാണ്. കുറേ സീൻസ് ഉണ്ട്, അത് നല്ല രസമാണ്. ഇവർ ഈ ആക്ഷൻ എക്സിക്യൂട്ടീവ് ഇപ്പം ഞാനീ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ, പക്ഷേ സിനിമയിലെ ആക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു ട്രെയിനിൻ്റെ അകത്താണ്. നിങ്ങൾ ആലോചിക്കണം, ട്രെയിൻ എന്ന് പറയുന്നത് ഇവർ സെറ്റിട്ടൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്, പക്ഷേ ആ ഒരു കുറഞ്ഞ സ്പേസിൻ്റെ അകത്ത് ഈ ആക്ഷൻ സെറ്റ് ചെയ്യണ്ടേ, അത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സിനിമയുടെ പേര് പറയുന്ന പോലെ ഒരു എന്താ പറയുക, ട്രെയിനിൻ്റെ അകത്ത് മൊത്തം രക്തം എടുത്ത് കോരി ഒഴിച്ചാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയാണ്. ഒരു 3-4 ബോഗിയിൽ ഈ ഒരു സാധനമാണ്. അത് ഒരിടത്തും ഡീവിയേറ്റ് ചെയ്യാതെ നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ആ ഒരു തുടക്കത്തിൽ തന്നെ ഒരു 10-20 മിനിറ്റ് കഥ പറഞ്ഞിട്ട് പിന്നെ ആക്ഷനാണ്. ഈ ട്രെയിനിൻ്റെ അകത്തുള്ള ആക്ഷനാണ്. നമ്മൾ തന്നെ പറയും അവന്മാർ അങ്ങനെയാണ്, കൊല്ലണമെന്ന് പറയും. അത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഒരു ഫാമിലി തന്നെ കൊള്ളക്കാരുടെ ഫാമിലിയാണ്. അവർ ഭയങ്കരമായിട്ട് ഈ ട്രെയിൻ മോഷ്ടാക്കളും ഒരുപാട് പേര് ഭയങ്കരമായിട്ട് അവരെ ബെൻഡിറ്റ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു തീമാണ്. ഞാനൊരു ന്യൂസ് കേട്ടെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഹോളിവുഡ് റീമേക്ക് ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടു. സത്യമാണോ എന്നറിയില്ല, പക്ഷെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കിടില്ല. നമ്മുടെ ഒരു ജോൺ വിക്കും നോബഡിയൊക്കെ ഇംഗ്ലീഷിൽ കാണൂലേ, അതിൻ്റെ ഒരു ഇന്ത്യൻ വെർഷൻ. അതിനെക്കാട്ടും എന്താ പറയുക, ഭയങ്കര എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഒറ്റ സീൻ അവർ ബ്ലർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വയലൻസ് കാണണോ, ആണ്, പിള്ളേർക്കൊന്നും കാണാൻ പറ്റില്ല. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് സുഖമായിട്ട് വന്ന് കാണാം. വയലൻ്റ് ആക്ഷൻ കാണാൻ പറ്റുമെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ നല്ല രീതിയിൽ കാണാം. ഹൃദയം എന്താ പറയുക, ലോലമായിട്ടുള്ളവർക്ക് കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ചില സമയം നമ്മൾ തന്നെ വിചാരിക്കും എൻ്റെ അമ്മ എന്തൊരു വയലൻസ് എന്ന് പറയില്ലേ, ആ ഒരു ചോരയുടെ മണം നമുക്കിങ്ങനെ അടിക്കും സിനിമ കാണുമ്പോൾ. അത്രയ്ക്ക് ബ്ലഡ് ഇതാണ്. നായകനൊക്കെ പുതുമുഖമാണ്, ഏതോ സീരിയലിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഡയറക്ടറിൻ്റെ ഒരു പടമുണ്ട് ഹോട്ട്സ്റ്റാറിലുള്ള, അപൂർവ എന്ന് പറഞ്ഞിട്ട്, അതും വയലൻസാണ്. അതൊരു 1.25 മണിക്കൂറുള്ള പടമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട, കുറഞ്ഞ ഡ്യൂറേഷനിൽ സിനിമ കാണുമ്പോൾ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമല്ലോ, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അബ്സല്യൂട്ട് കില്ലിംഗ് ആണ്, ബ്ലഡ് സ്പ്രേ.